ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻസ്ക്വയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മളുടെ ഡെയിലി നമ്മൾ കാണുന്ന PDF നമ്മൾ വേർഡിലോട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പറായിട്ടുള്ളൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയെ പറ്റിയിട്ടാണ്. നമ്മൾ നോർമൽ PDF-നെ നമ്മൾ വേർഡിലോട്ട് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്താൽ മതി. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നില്ല PDF. ഈ PDF-നെ നമ്മൾ വേർഡ് ഫയലിലോട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക. ഇത്ര മാത്രമാണ് നമ്മളുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ 4.8 ഔട്ട് ഓഫ് 5 റേറ്റിംഗ് ഉള്ള ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണിത്. നമുക്ക് വളരെയധികം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ജോബാണ്. അപ്പോൾ ഇതിന് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏൺ ചെയ്ത എമൗണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബാങ്കിലോട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനും പോസിബിൾ ആണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ജോലി എന്ന് പറയുന്നത് അവർ തന്നെ അൺഎഡിറ്റഡ് ആയിട്ടുള്ള PDF-നെ നമ്മൾ വേർഡിലോട്ട് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് അവർക്ക് സെൻഡ് ചെയ്യുക. ഇതാണ് നമ്മളുടെ ജോലി എന്ന് പറയുന്നത്. ഇതിലൊരു ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഒന്നും ആവശ്യമില്ല. നമ്മളെ കൺവീനിയൻറ്റ് ടൈമിൽ നമ്മളുടെ ഫ്രീ ടൈമിൽ നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ മൊബൈൽ ഫോണിലിരുന്ന് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പോൾ ഒരു ജോലിയിൽ ഒരു ടെസ്റ്റോ ഒരു ഇൻ്റർവ്യൂയോ ഒന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 11,000-ൽ അധികം അതിൽ മുകളിൽ റിവ്യൂസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുമാത്രമല്ല ഒരുപാടധികം ബിഗ്ഗസ്റ്റ് ക്ലയൻസ് ഉള്ള ഒരു കമ്പനി കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ 6 കോടിയിൽ മേലെ ആൾക്കാർ ഇവിടെ രജിസ്റ്റർ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്കിത് വെബ്സൈറ്റായിട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. അല്ലാതെ നമുക്ക് നോർമൽ വെബ്സൈറ്റ് ത്രൂവും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ലിങ്ക് എടുക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോകുമ്പോൾ അവിടെ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കാണ്. ഈ ഒരു ടെലഗ്രാം ചാനൽ നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. കാരണം ഈ ഒരു ടെലഗ്രാം ചാനലിലായിരിക്കും ഞാൻ എല്ലാ വീഡിയോസിൻ്റെയും എല്ലാ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത്. അതുമാത്രമല്ല എല്ലാ അപ്ഡേഷൻസും പിന്നെ അതുമാത്രം പേയ്മെൻറ്റ് പ്രൂഫ്സും കാര്യങ്ങളും എല്ലാം ടെലഗ്രാം ചാനലിലാണ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ യൂട്യൂബിൽ ഡയറക്റ്റ് ലിങ്ക് കൊടുക്കാൻ സാധിക്കുന്നല്ല, അത് എഗനിസ്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ടെലഗ്രാം ചാനലിലായിരിക്കും ലിങ്കും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ പ്ലീസ് എല്ലാവരും ആ ഒരു ടെലഗ്രാം ചാനലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ടെലഗ്രാം ചാനൽ ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഇങ്ങനൊരു പേജിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഗൂഗിൾ ത്രൂവും അല്ലെങ്കിൽ ഫേസ്ബുക്ക് ത്രൂവും നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് നമ്മളുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക, നമ്മളുടെ ലാസ്റ്റ് നെയിം കൊടുക്കുക, അതിനുശേഷം നമ്മളുടെ വാലിഡ് ആയിട്ടുള്ള മെയിൽ ID കൊടുക്കുക. അതിനുശേഷം 6 ഡിജിറ്റിൽ മേലെ വരുന്ന ഒരു സ്ട്രോങ് പാസ്വേഡ് കൊടുക്കുക. അതിൽ നമ്മൾ നമ്പേഴ്സും അതുപോലെ തന്നെ ആൽഫബറ്റ്സും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തതായിരിക്കണം. അതിനുശേഷം ഐ അഗ്രി എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തേക്ക് നമ്മളൊരു യൂസർ നെയിം നമുക്ക് സെറ്റ് ചെയ്യാനുള്ള അവിടെ ഓൾറെഡി നമുക്ക് സജഷൻസ് കാണും. ഞാൻ ഇവിടെ സജഷൻസ് ഉള്ള ഒരു യൂസർ നെയിമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് കസ്റ്റം ചെയ്യാം. നെക്സ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ടൈപ്പ് നമ്മൾ വർക്ക് ചെയ്യാനാണോ അല്ലെങ്കിൽ നമുക്ക് വർക്ക് തേടാനാണോ എന്താണെന്നുള്ളത് നമ്മൾ നോക്കുക. നമ്മളിപ്പോൾ വർക്ക് ചെയ്യാനാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പേജിലോട്ട് പോകും. ഇവിടെ നമ്മൾ സ്കിൽസും കാര്യങ്ങളും ചെയ്യാൻ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സെർച്ചിൽ നമ്മൾ എന്താണ് നമ്മുടെ ഉദ്ദേശം PDF ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ PDF എന്ന ആ ഒരു സെർച്ച് ബട്ടണിൽ നമ്മൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ സെർച്ചിൽ വരുന്ന PDF നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം വേർഡിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്യുക, അതും സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിപ്പം ഈ ഒരു എല്ലാ വർക്കും ടൈപ്പിംഗ് ആണ്. അപ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടെ, നമുക്ക് മൾട്ടിപ്പിൾ സ്കിൽസ് നമുക്കിതിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള സ്കിൽസ് നമുക്ക് അവിടെ തന്നെ സെർച്ച് ചെയ്യാം. ടൈപ്പിങ്ങിന് സെലക്ട് ചെയ്തതിന് ശേഷം ഒരുപാടധികം ടൈപ്പിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് വേണോ നമുക്കിതിൽ ചൂസ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിലാണ്. ഞാനിവിടെ ചെയ്യുന്നില്ല. നമുക്ക് ലിങ്ക് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യേണ്ട. അപ്പോൾ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ നമ്മൾ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാനുള്ള ഇതുപോലൊരു പേജിലോട്ടായിരിക്കും പോകുന്നത്. നിങ്ങൾ പ്രൊഫൈൽ പിക്ചർ ഫോട്ടോ കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല, സേഫാണ്. എപ്പോഴും നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോ കൊടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ പേരും ഇമെയിൽ IDയും കൊടുക്കുക. അതിനുശേഷം എന്താണ് നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ നല്ല ബ്രീഫായിട്ട് അടിപൊളിയായിട്ട് നല്ല ക്യാച്ചി ആയിട്ട് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു പ്രൊഫൈലിൽ നമ്മൾ ഈ ഒരു ബയോ വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലയൻസ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്ന കണക്ക് തന്നെ നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല. നിങ്ങൾ എപ്പോഴും നല്ല ക്യാച്ചി ആയിട്ട് ബ്രീഫായിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് വായിച്ച് തീർക്കാൻ പറ്റുന്ന രീതിയിൽ അടിപൊളിയായിട്ടുള്ള ഒരു ബയോ സെറ്റ് ചെയ്യാൻ നോക്കുക. എന്താണോ നിങ്ങൾ അത് തന്നെ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മളുടെ മെയിലിലോട്ട് ഒരു വെരിഫിക്കേഷൻ വരും. ഇതുപോലെ അവിടെ ആ
ഒരു ഗ്രീൻ കളർ വെരിഫൈ യുവർ മെയിൽ അഡ്രസ്സ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മളുടെ മെയിൽ അഡ്രസ്സും എല്ലാം വെരിഫൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഡയറക്റ്റ് ഇതിൻ്റെ ആ ഒരു പ്രോജക്റ്റിൻ്റെ ആ ഒരു സൈറ്റിലോട്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഒരുപാടധികം പ്രോജക്ട്സ് കാണും. അപ്പോൾ ഇതിൽ നമുക്ക് PDF ടു വേർഡ് കൺവേർട്ട് ചെയ്യാനുള്ള ഈ ഒരു ഇതായിരിക്കും. ഓരോ ടൈമിൽ ഓരോ രീതിയിലായിരിക്കും ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു എമൗണ്ടിലായിരിക്കില്ല, ചിലപ്പോൾ ഇതിനെക്കാട്ടി കൂടുതലായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും സ്റ്റാർട്ടിങ് എമൗണ്ട് $10 വരുന്നത്. $10 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി നമുക്ക് 840 രൂപ മുതൽ നമുക്കൊരു 924 രൂപ വരെ നമുക്ക് കിട്ടുന്ന ഒരു എന്താണ് ഒരു ക്ലയൻറ്റ് ഇട്ടിരിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ജോലി എന്ന് പറഞ്ഞാൽ നോൺ എഡിറ്റഡ് ആയിട്ടുള്ള PDF തരും. അത് നമ്മൾ ഒരു സോഫ്റ്റ്വെയറോ ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ വേർഡിലോട്ട് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുക. ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ MS വേർഡും അതുപോലെ MS PDF മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ അവർ പറയുന്ന ടൈമിൽ നമ്മൾ വർക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഈ എല്ലാ വെരിഫിക്കേഷനും കഴിഞ്ഞു, ഇമെയിൽ വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത കുറച്ച് ഡീറ്റെയിൽസും നമ്മുടെ ആഡ് ചെയ്യാനുണ്ട്. നമ്മളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെഡിങ് എന്താണ്, ഹെഡ്ലൈൻ എന്താണ് നമുക്ക് കൊടുക്കേണ്ടത് നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ നമുക്ക് അവർലി റേറ്റ് എങ്ങനെയാണ്, നമ്മൾ എപ്പോഴും ഒരു മിനിമൽ ഒരു റേറ്റ് വെക്കുക. അപ്പോൾ നമുക്ക് ക്ലയൻസ് പെട്ടെന്ന് നമ്മൾ അപ്രോച്ച് ചെയ്യും. നമ്മൾ ഒരുപാടധികം റേറ്റ് ആദ്യമേ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്ലയൻസ് എന്ത് ചെയ്യും, അത്രത്തോളം തരാൻ ഇൻട്രസ്റ്റ് കാണില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു മിനിമൽ റേറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഓർഡേഴ്സ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും ഒത്തിരി അധികം ഇപ്പം ഡേറ്റ ട്രാൻസ്ഫർ ആവട്ടെ അല്ലെങ്കിൽ ഡേറ്റ എൻട്രി ആവട്ടെ, അങ്ങനെ ഒരുപാടധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. അതുമാത്രമല്ല നമുക്ക് പേയ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് കയറിയിട്ടുണ്ടോ എന്നറിയാനായിട്ട് ആ ഒരു 3 ലൈനിൽ നമ്മൾ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതുമാത്രമല്ല നമുക്ക് വിഡ്രോവൽ എല്ലാം പോസിബിളാണ്. വീക്ക്ലി പേ ഔട്ട് ആണ്. എല്ലാം നല്ല ട്രസ്റ്റബിൾ ആയിട്ട് പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ബയോ എപ്പോഴും നല്ല ക്യാച്ചി ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അതുമാത്രമല്ല നമ്മൾ എമൗണ്ട് ഫിക്സ് ചെയ്യുമ്പോൾ അവർലി എമൗണ്ട് ആയാലും നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ഇതൊരു മിനിമൽ എമൗണ്ടിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു 2-3 വീക്സ് നമ്മൾ ആ ഒരു എമൗണ്ടിൽ ചെയ്ത് വരുമ്പോൾ നമ്മളെ ക്ലയൻസിന് അത് ട്രസ്റ്റബിൾ ആയിട്ട് അവർക്കും ഒരു കൺവീനിയൻറ്റ് വേണം. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാടധികം ഓർഡേഴ്സ് അവർ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഇങ്ങനെ തരികയും നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലിരുന്ന് നമ്മളെ കൺവീനിയൻറ്റ് ടൈമിൽ നമുക്കിരുന്ന് സൂപ്പറായിട്ട് വർക്ക് ചെയ്യാം. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ളൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കിതിൽ ഒരു പൈസ പോലും അടയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് PDF-ൽ നിന്ന് വേർഡിലോട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രം മതി. അത്രമാത്രം തന്നെ വളരെ സിമ്പിളാണ്. നോൺ എഡിറ്റഡ് ആയിട്ടുള്ള ഒരു PDF തരും. നമ്മൾ ജസ്റ്റ് അതിനൊന്ന് ടൈപ്പ് ചെയ്ത് ആ ഒരു വേർഡിലോട്ട് കൺവേർട്ട് ചെയ്ത് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രം തന്നെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതുമാത്രമല്ല ഇതിൻ്റെ ലിങ്ക് ഞാൻ പറഞ്ഞല്ലോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ടെലഗ്രാം ചാനലിലാണ് ലിങ്ക് കൊടുത്തിരിക്കുന്നത്. പ്ലീസ് നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.